വിഷു. വിഷുവിനെ സംബന്ധിച്ച് രണ്ട് ഐതിഹ്യങ്ങളാണുള്ളത്. ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടതും ശ്രീരാമനുമായി ബന്ധപ്പെട്ടതും. നരകാസുരവധവും രാവണവധവുമാണ് രണ്ട് ഐതിഹ്യങ്ങളും പ്രതിപാദിക്കുന്നത്. ഭൂമിദേവിയുടെ പുത്രനായ നരകാസുരനുമായി ബന്ധപ്പെട്ട കഥകളാണ് പ്രധാനമായും വിഷുവിന് പിന്നിൽ പുരാണങ്ങളിലുള്ളത്. ഭാഗവതം ദശമസ്കന്ധത്തെ ആധാരമാക്കിയുള്ള ഒരു കഥയിൽ പ്രാഗ് ജ്യോതിഷത്തിലെ ദാനവ രാജാവാണ് നരകാസുരൻ. ഇദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ നിന്നും 16,000 രാജകുമാരിമാരെ തട്ടിക്കൊണ്ടുവന്നു. ഇങ്ങനെ കാലങ്ങളോളം സകല ലോകങ്ങളെയും ഭീതിയിലാഴ്ത്തിയ ഈ ദാനവ രാജാവ് ഇന്ദ്രന്റെ പെൺകൊറ്റക്കുടയും ഇന്ദ്രമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങളും അപഹരിച്ചതോടെയാണ് പരാതി ശ്രീകൃഷ്ണനിലെത്തുന്നത്. അഹങ്കാരിയും അത്യന്തം ശക്തനുമായ നരകാസുരന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ആളുകൾ ശ്രീകൃഷ്ണനു മുന്നിൽ അഭയം തേടിയെത്തി. തുടർന്ന് നരകാസുരദർപ്പം ശമിപ്പിക്കാൻ കൃഷ്ണൻ യുദ്ധത്തിനൊരുങ്ങി. ഭാര്യയായ സത്യഭാമയും ഒന്നിച്ച് ഗരുഡവാഹനത്തിലേറി കൃഷ്ണൻ നരകാസുരന്റെ നഗരമായ പ്രാഗ് ജ്യോതിഷത്തിലെത്തി യുദ്ധത്തിന് വെല്ലുവിളിച്ചു. തുടർന്നുണ്ടായ യുദ്ധത്തിൽ ധാരാളം അസുരന്മാർ കൊല്ലപ്പെട്ടു. പ്രമുഖരെയെല്ലാം വധിച്ച ശേഷം നരകാസുരനുമായി യുദ്ധത്തിനിറങ്ങി. അതിഘോരമായ ആ യുദ്ധത്തിൻ്റെ ഒടുവിൽ നരകാസുരൻ വധിക്കപ്പെട്ടു. കൃഷ്ണൻ അസുരശക്തിക്കുമേൽ വിജയം നേടിയത് വസന്തകാല ആരംഭത്തോടെയാണ്. ഈ ദിനമാണ് വിഷുവെന്ന് അറിയപ്പെടുന്നത്. നരകാസുരൻ തടവിൽ പാർപ്പിച്ച 16,000 രാജകുമാരിമാരെയും കൃഷ്ണൻ മോചിപ്പിക്കുകയും ചെയ്തു. അസുരന്റെ തടവറയിൽ കിടന്നിരുന്നതിനാൽ സമൂഹത്തിൻ്റെ അപമാനം ഭയന്ന അവരെ കൃഷ്ണൻ തൻ്റെ ഭാര്യമാരായി സ്വീകരിച്ചു എന്നും പറയപ്പെടുന്നു. മറ്റൊരു ഐതിഹ്യം രാവണനുമായി ബന്ധപ്പെട്ടതാണ്. രാക്ഷസ രാജാവായ രാവണൻ ലങ്ക ഭരിക്കുന്ന കാലത്ത് അയാൾ സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല. വെയിൽ കൊട്ടാരത്തിനകത്തു കടന്നു ചെന്നത് ഒരിക്കൽ രാവണന് ഇഷ്ടമായില്ല എന്നതാണ് ഇതിനു കാരണം. കാലങ്ങൾക്കു ശേഷം ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിനു ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചത് എന്ന് പറയപ്പെടുന്നു. ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനാണ് വിഷു ആഘോഷിക്കുന്നതത്രേ. വിഷുവിൻ്റെ തലേന്ന് ഗൃഹപരിസരങ്ങളിലെ ചപ്പും ചവറുമെല്ലാം അടിച്ചുവാരി കത്തിക്കുന്നത് രാവണവധം കഴിഞ്ഞ് ലങ്കാനഗരം ദഹിപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. Thank you.